ഡിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡിഷ് ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരുള്ള ഒരു ഡിഷാണ്. ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് കുംഭകോണം കടപ്പ എന്ന് പറഞ്ഞ ഡിഷ്. പേര് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ചെറുപയറുകൊണ്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ കുംഭകോണം എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്. തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പെട്ടതാണ് കുംഭകോണം എന്ന് പറഞ്ഞ തമിഴ്നാട്ടില്. കടപ്പ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. കടപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താ പറയാ കിച്ചൺ സ്ലാബ് ഒക്കെ അതിനും കടപ്പ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെയുള്ള ആ ഒരു കല്ലാന്ന് തോന്നുന്നു. ഇവിടെ നമ്മള് ചെറുപയറ് മൈൽഡ് ആയിട്ടുള്ള സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി നമ്മൾ സാധാരണ ഉണ്ടാക്കണേന്ന് വ്യത്യസ്തമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടും, മുതിർന്നവരും കഴിക്കാൻ ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ ഒപ്പം ഇഡലിയുടെ ഒപ്പം ചോറിന്റെ ഒപ്പം ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റും ചെയ്യുക. അപ്പൊ നമ്മൾ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ചെറുപയറും അതുപോലെ പൊട്ടറ്റോ ആണ്. അപ്പൊ ചെറുപയർ ഞാനൊരു അര കപ്പ് ചെറുപയറ് വെള്ളത്തില് ഒരു അരമണിക്കൂർ മുമ്പ് കുതിർത്തിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ ഞാൻ പീൽ ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നുറുക്കിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം ചരിയത്. പിന്നെ കടലപ്പരിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടതാണ്, വെറുതെ ഒന്ന് ചൂടാക്കിയിട്ടതാണ്. ഒരു 4 ചെറിയ പച്ചമുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 വെളുത്തുള്ളി. വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുക് വേണം, 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ 1 കഷ്ണം കറുവാപ്പട്ട, 1 ഏലക്കായ, 3 കറിയാമ്പൂ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഓയിൽ. ഇപ്പൊ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില, പിന്നെ നമുക്ക് ചെറിയൊരു നാരങ്ങയുടെ പകുതി, പിന്നെ നമുക്ക് ആവശ്യത്തിന് സോൾട്ട്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ പൊട്ടറ്റോ നമുക്ക് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ചെറുപയറും ഈ പൊട്ടറ്റോയും കൂടിയിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. പയറ് കഴുകി കൊണ്ടിട്ടുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അത് ഒഴിക്കാം. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ പൊട്ടറ്റോ, സോൾട്ട്, മഞ്ഞൾപ്പൊടി കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പൊ ടോട്ടലി ഞാനൊരു 3 കപ്പ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലൊക്കെ നമുക്ക് കഴിക്കാം. നന്നായിട്ട് വേവണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നാളികേരം, അതുപോലെ നമ്മൾ കടലപ്പരിപ്പ് എടുത്ത് വെച്ചില്ലേ, ഈ കടലപ്പരിപ്പ് ഇല്ലാത്തവരത് സ്കിപ്പ് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ കടലപ്പരിപ്പ് ഇടാണ്ട് ഉണ്ടാക്കി. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ കൂടിയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നാളികേരം, അതുപോലെ കടലപ്പരിപ്പ്, പെരിഞ്ചീരകം അത് മസ്റ്റാണ്, അതിന്റെ ഒരു നല്ല ഫ്ലേവറാണ്. പച്ചമുളക്, അതുപോലെ 2 വെളുത്തുള്ളി ഒരുപാട് ആവരുത്, 2 വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെറുപയറ് നമുക്ക് ശരീരത്തിലേക്ക് കഴിച്ചാൽ നല്ലതാണ്, നല്ല പ്രോട്ടീൻ ഉള്ളതാണ് എന്ന് പറയുന്ന പോലെ തന്നെ
ശരീരത്തിന്റെ പുറത്തേക്കും അതായത് സ്കിന്നിനും ഒരുപാട് നല്ലതാണ്. ഇപ്പൊ ഞാനൊരു പ്രാവശ്യം പണ്ട് ഡയറ്റ് ചെയ്ത് ഭയങ്കര ഡയറ്റ് ഒക്കെ ചെയ്ത് വണ്ണം കുറയ്ക്കാൻ നോക്കി. വണ്ണമൊക്കെ കുറഞ്ഞു. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ നന്നായിട്ട് കൊഴിഞ്ഞു തുടങ്ങി. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു ഈ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം മറ്റോ അത് പോയിട്ട് ചെയ്തു. പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഹെയർ ലോസിന്. അപ്പൊ ഞാൻ എൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ പ്രോട്ടീനിന്റെ കുറവാണെന്ന് പറഞ്ഞിട്ടാണ് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ കുഴപ്പമില്ല ഹെയർ ഒക്കെ. അപ്പൊ അമ്മ പറഞ്ഞു, ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന മോളെ, നിങ്ങളൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു മുടി കുളിക്കാൻ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് കുളിക്കുക, അതൊക്കെ തന്നെ പണ്ടത്തെ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ബെസ്റ്റാണ്. അപ്പൊ പിന്നെ ഞാനത് ചെയ്തിട്ടില്ല. ഈ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോ ഹെയർ ലോസ് ചെയ്യുന്നത് നന്നായിട്ട് നിന്നു. അതുപോലെ എണ്ണമയൊക്കെ കളയാൻ നല്ലതാണ് മുടിയിൽ നിന്ന് ഈ ചെറുപയറിട്ട് കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അതായത് വരണ്ട ചർമ്മമുള്ളവർക്കും നല്ലതാണ്. എന്നാൽ എന്താ പറയാ എണ്ണമയുള്ള ചർമ്മമുള്ളവർക്കും ഈ ചെറുപയർ പൊടി, അതായത് ഒരു 50 ഗ്രാം നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ട് അത് പേസ്റ്റ് ആക്കി അരച്ച് അതിൽ കുറച്ച് ബദാം എണ്ണയോ അങ്ങനത്തെ നല്ല ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ അലോവേര ജെല്ലി അങ്ങനത്തെ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണമയം പോകും. അതേപോലെ എണ്ണമയം വരാൻ വേണ്ടിയിട്ട്, അതായത് വരണ്ട ചർമ്മമുള്ളവർക്ക് വേറൊരു സൂത്രമുണ്ട്. പാലില് നമ്മൾ ചെറുപയർ കുതിർത്തിട്ടിട്ട് ഫേസ് പാക്ക് ഒക്കെ ആക്കിയിട്ട് കുറച്ചു നേരം കളഞ്ഞത് ദേഹത്തിന് മൊത്തം നല്ലതാട്ടോ. നല്ല തിളക്കാണ് പിന്നെ മുഖത്തിനൊക്കെ. പിന്നെ അതുപോലെ മുഖക്കുരുള്ളവർക്ക്, അതുപോലെ ടാൻ, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ നന്നായി ടാൻ ഒക്കെ ഉള്ളവർക്കും ഈ ചെറുപയർ, അതായത് തൈര് ആയിട്ട് മിക്സ് ചെയ്തിട്ട്, ചെറുപയർ കുതിർത്തി തൈരായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പൊ ഇത്രയൊക്കെ, ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ചെറുപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും ഒക്കെ നല്ലതാണ്. നല്ല പ്രോട്ടീൻ എന്താ പറയാ സപ്ലിമെന്റ് ആണെന്ന് പറയും. അപ്പൊ എല്ലാവരും ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ കുക്കർ ഒരു 3 വിസിലടിച്ചിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആവിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു പാത്രം, നമ്മുടെ കുംഭകോണം കടപ്പ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതി ഓയില്. അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പൊ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇടേണ്ടത് കടുക്, ജീരകം, കറുവാപ്പട്ട, ഏലക്കായ, കറിയാമ്പൂ, ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇടാം കേട്ടോ. കടുകൊക്കെ പൊട്ടി ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള, വറ്റൽമുളക്, പച്ചമുളക്, വേപ്പില ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അത് പാകം നല്ല വേവായിട്ടിരിക്കണ്ടേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണം കേട്ടോ, നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ചെറുപയറാണ് നമുക്ക് ഉടഞ്ഞു കിട്ടേണ്ടത്. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് കടിക്കും വേണം. ഒന്ന് കളറ് മാറി വന്നാൽ മതി, ബ്രൗൺ കളറൊന്നും ആവണ്ട. നമുക്ക് നമ്മുടെ കുക്കറിലത്തെ ചെറുപയറും നമ്മുടെ പൊട്ടറ്റോ ഒക്കെ കൂടി വെന്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന് നമ്മൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് മറ്റ് സ്പൈസസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയല്ല, പക്ഷെ ഒരു പ്രത്യേക ഫ്ലേവർ ഉള്ള ഒരു കറിയാണ് കേട്ടോ അത്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ 1 കപ്പ് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഈ സമയത്ത്. നല്ല മണം കേട്ടോ, സ്മെല്ല് ഒരു പ്രത്യേക ഫ്ലേവർ. അത് നല്ല ഫ്ലേവർ. ആ ഒരു ഈ കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്ത്
ഒരു വാസൻ കഫേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചത് ഓർമ്മയുണ്ട് മനസ്സിലായി. എനിക്ക് അന്ന് തൊട്ടേ ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലത്ത് ഇതിന്റെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷനിൽ ചെയ്യും. അതിന് അവർ പറയാ തിരുവരൂർ കടപ്പ എന്ന് പറയും. നമ്മൾ കുംഭകോണം കടപ്പ ആണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത്. ആ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മുളക് പൊടിയും അങ്ങനത്തെ ചെറുതായിട്ട് ഇത്തിരി കൂടി സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അവരുണ്ടാക്കണേ. ആ കറിയും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് നന്നായിട്ട് കൂടി ഈ അരപ്പിന്റെ ആ ഒരു ഇതൊക്കെ മാറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിക്ക് ദോശക്ക് ഒക്കെ ബെസ്റ്റ് ആണ്. അതേപോലെ ചോറിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് തൈര്, ഒരു പീസ് അച്ചാറ്, ഒരു പപ്പടം, ആഹാ ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചുടുചോറ് കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നന്നായി തിളച്ചു വന്നപ്പോൾ അതേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളെ ചെറുനാരങ്ങ നീര് കുറച്ച് ഡ്രോപ്സ്, അപ്പൊ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി മതി, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനപ്പം തന്നെ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചത് എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഈ ഡിഷ് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അടുത്ത തവണ നമുക്കൊരു ഉഗ്ര റെസിപ്പിയുമായി കാണാം. ബൈ.